ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പട്ടുപാവാടയുടെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് 1 മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടത് ഒരു മെഷർമെൻ്റാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമുക്ക് ഫുൾ ലെങ്ത് ആദ്യം മാർക്ക് ചെയ്യാം. ഫുൾ ലെങ്ത് 15 ആണ് വേണ്ടത്. പക്ഷെ നമ്മളിവിടെ ബാൻഡിന് കൊടുക്കുന്നത് കൊണ്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്തു. അടിവശം സെൽവേജ് ആയതുകൊണ്ടാണ് അടിവശത്ത് നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്യണത്. ആ ഒരു 14 ഇഞ്ച് പ്ലസ് ഒരു 1/2 ഇഞ്ച് നമ്മളുടെ തയ്യൽ തുമ്പിനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ 14 ഇഞ്ച് പ്ലസ് ഒരു 1/2 ഇഞ്ചിനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് വേസ്റ്റിൻ്റെ അളവാണ്. അതായത് ഇവിടെ ഒരു 12 ഇഞ്ചാണ് വേസ്റ്റ് അളവ് വരുന്നത്. ഒരു 12 × 3 എന്ന കണക്കിലാണ് നമ്മൾ ഒരു ക്ലോത്തിനെ എടുക്കുന്നത്. അതായത് പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു കണക്ക് എന്ന് പറയുന്നത് നമ്മളുടെ വേസ്റ്റ് അളവിൻ്റെ 3 ഇരട്ടിയായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ആ കറക്റ്റ് 36 ഇഞ്ച് ക്ലോത്ത് ഉണ്ട്. ഇത് നമ്മൾ അത് മെഷർമെൻറ്റ് ചെയ്യണില്ല, കറക്റ്റായിട്ടാണ് ഈ ഒരു ക്ലോത്തിന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി ഈ ഒരു ലെങ്ത്തിനെ കട്ട് ചെയ്തെടുക്കാം. 14.5 ഇഞ്ച് എന്ന പോർഷനിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫുള്ള് 14 എന്ന രീതിയിൽ ഒരു 14.5 എന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിൻ്റെ ബാക്കി വരുന്ന ക്ലോത്തിൽ നിന്നും ബാൻഡിനെയും കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ചെയ്ത് 36 ഇഞ്ച് ഉണ്ട്. നമ്മൾ ഈ ഒരു 36 ഇഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1 ഇഞ്ച് വിട്ട് കൊടുക്കുക. ഫസ്റ്റിൽ നിന്ന് 1 ഇഞ്ച് വിട്ട് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതും ഇനി 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് തന്നെയാണ്. ഓരോ 1 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. പ്ലേറ്റ്സ് ഇടാനൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, പ്ലേറ്റ്സ് എങ്ങനെ ഇടുക എന്നുള്ളത്. ഈ ഓരോ ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ 1 ഇഞ്ചിനെ മൂന്നാമത് മാർക്ക് ചെയ്ത 1 ഇഞ്ചിലോട്ട് വേണം നമ്മൾ പ്ലേറ്റായി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് 1 ഇഞ്ചിന് അതുപോലെ തന്നെ മൂന്നാമത്തെ 1 ഇഞ്ചിലോട്ട് വേണം. അങ്ങനെ ആകുമ്പോഴാണ് കറക്റ്റ് നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ കിട്ടുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് പ്ലേറ്റ്സ് കിട്ടും. ഫസ്റ്റ് ഈ 1 ഇഞ്ചിനെ വിട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൂട്ടി തയ്ക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ബാൻഡിനെ കട്ട് ചെയ്തെടുക്കാം. നമ്മളുടെ വേസ്റ്റിൻ്റെ അളവ്, അതായത് 12 ഇഞ്ച് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ 2 കൂട്ടിയിട്ട്, അതായത് നമ്മളുടെ 2 വശത്തു നിന്നും നമുക്ക് മടക്കി തയ്ക്കാൻ, ഉള്ളിലോട്ട് മടക്കി തയ്ക്കാനുള്ള ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടി 14 ഇഞ്ചിനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 14 ഇഞ്ചിന് 1 ഇഞ്ച് ഇടണം എന്ന് നിർബന്ധം. 2 ഇഞ്ചിനെ കൂടുതൽ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം എന്നില്ല. നിങ്ങൾക്ക് 1/2 ഇഞ്ചിൽ തയ്ക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് ഇട്ട് കൊടുത്താൽ മതി ടോട്ടലി. അപ്പോൾ 12 ഇഞ്ച് വേസ്റ്റ് വരികയാണെങ്കിൽ 12 ഇഞ്ച് വേസ്റ്റ് വരികയാണെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്ത് 13 ഇട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ ഈ ഒരു വിഡ്ത്ത് എടുക്കേണ്ടത് 3 ഇഞ്ച്. നമ്മൾ കുളത്ത് വീതിയിലാണ് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് എടുക്കുക. അപ്പോൾ 1.5 ഇഞ്ചിൽ വരും.